ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കോഴിക്കോടൻ സ്റ്റൈൽ ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, 2 കോഴിമുട്ട, ഒരു തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച സവാളയുണ്ട്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാള കൂടുതൽ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പം നമ്മൾ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്താണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പം ഞാനിതിന് എക്സ്ട്രാ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം പച്ചമുളക്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയായിട്ടുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരിവായാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് ഇപ്പം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിനപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഇതായി പോരാ, നല്ല ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഒന്നുകൂടെ കൂടി നമുക്ക് വേവിക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ മിക്സ് ആവണം കേട്ടോ. തക്കാളി മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്. ചിലവരിതിൽ മറ്റേ ഇറച്ചി മസാല യൂസ് ചെയ്യട്ടോ, മീറ്റ് മസാല. എനിക്കതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നല്ലപോലെ മിക്സാക്കിയത് ഈ ഒരു പരിവാവും. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചാൽ 2 കോഴിമുട്ട. നിങ്ങൾക്ക് മുട്ട കൂടുതൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതല്ല, കാടമുട്ട, താറാവ് മുട്ട, എന്ത് മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഞാനിതിൽ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എക്സ്ട്രാ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചിക്കി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചേക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്ക് മുട്ടയുടെ ഇത് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതാവാം. ഇവിടെ ഇത്രയും മതി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാക്കണേ. താങ്ക്